അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് ഒരു തലവേദനയില്ല, പക്ഷെ പറഞ്ഞാൽ ഒരു ബേജാറുമില്ല, ഒരു സങ്കടമില്ല എന്ന് അള്ളാഹു കട്ടായം പറഞ്ഞ വിഷയമാണ്. നമ്മളെ പറ്റി അങ്ങനത്തെ ഒരു വർത്താനം അല്ലാഹു പറഞ്ഞിട്ടില്ല. ഓൽക്ക് പേടിയില്ല, ബേജാറില്ല, ഓരോ കാര്യത്തിൽ ആരും പേടിക്കണ്ട. അവർക്ക് പേടിയോ ബേജാറോ വിഷമമോ സങ്കടമോ ദുഃഖങ്ങളോ ഒരു ടെൻഷനും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹു അവരെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന ആയത്തിൽ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ. അപ്പൊ ഔലിയാഹിനെ സംബന്ധിച്ച് നമ്മുടെ ഉപ്പാപ്പക്ക് വേണ്ടി അങ്ങോട്ടേക്ക് കുറെ ദ്വാരത്തിൽ കൊടുക്കുക എന്നുള്ളതല്ല, ഉപ്പാപ്പയിലൂടെ നമ്മുടെ ആഗ്രഹം രക്ഷിക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. അവരെത്തേണ്ട ഭർത്തവയുടെ മുകളിൽ എത്തിപ്പോയി. പിന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രാർത്ഥനയിൽ വരുന്ന ലഫ്ലുകൾ നമ്മൾ ഉച്ചരിക്കുന്നതിനുള്ളൂ. നമ്മൾ സാധാരണക്കാരായ ദുനിയാവിന്റെ മേൽ ദുനിയാവും എന്നെ പോലെ ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മളെ പോലെ എന്നെ പോലെ ചണ്ടികൾക്കും ചവറുകളുടെയും പ്രാർത്ഥന ഇവിടെ കിടക്കുന്ന അൽ ആരിഫു ബില്ലാഹ് മഹാനായ ഉപ്പാപ്പക്ക് ആവശ്യമില്ല. അതങ്ങനെ തന്നെയാണ് അതിന്റെ വിശദീകരണം. അങ്ങേ എത്തേണ്ടടുത്ത് എത്തി. പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ വന്നത്? ഉപ്പാപ്പക്ക് വേണ്ടി ദ്വാരം എടുക്കാനല്ല, ഉപ്പാപ്പ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അവരിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ അല്ലാണ്ട് റസൂലിനെ സ്വർഗത്തിലാക്കണം നമ്മൾ ആരും ദ്വാരിക്കൂല. അബൂബക്കർ സിദ്ദീഖുകൾക്ക് സ്വർഗം കൊടുക്കണമെന്ന് ദ്വാരിക്കോ ഇല്ല. അവരിലൂടെ ഞങ്ങൾക്ക് സ്വർഗം തരണേ റബ്ബേ. മഹാന്മാർക്ക് ഹയാത്ത് കാലത്ത് മാത്രമേ സഹായിക്കാൻ പറ്റൂന്നല്ല. നമ്മളൊക്കെ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ അടിയുറച്ച വിശ്വാസികളാണ്. സുന്നത്ത് ജമാഅത്ത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഇസ്തിഗാസ ചെയ്യാം, ഇവിടെ നേരിട്ട് വന്ന് നേരിട്ട് ചോദിക്കാം എന്ന വിശ്വാസമുള്ളവരാണ് നമ്മൾ. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയത്തിൽ വിദഅത്തിന്റെയോ ദലാലത്തിന്റെയോ ചിന്തകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ ദീനിൽ നിന്നാണ്, യഥാർത്ഥ ദീനിൽ നിന്നാണ് അകന്നു പോകുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. ജീവിതകാലത്താണെങ്കിലും മരണത്തിന് ശേഷമാണെങ്കിലും വഫാത്തിന് ശേഷമാണെങ്കിലും നേരിട്ട് ഇസ്തിഗാസ ചെയ്യാം, നേരിട്ട് തവസ്സുൽ ചെയ്യാം. അല്ലാഹുവിനോട് ഇടയാളാക്കിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. എല്ലാത്തിനും പറ്റിയ അങ്ങേയറ്റം പദവിയുള്ള ഒരു വലിയ മഹാനാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ വലിയ ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചു പോയിട്ട് മുറ്റത്തെ മുല്ലക്ക് മണയില്ല എന്ന് പറഞ്ഞ പോലെ പലർക്കും ആ അനുഭവങ്ങൾ ആ മഹാനെ കൈപിടിക്കാനുള്ള തൗഫീഖ് കിട്ടിയില്ല. അതെല്ലാവർക്കും കിട്ടൂല. അപ്പൊ തൗഫീഖ് കിട്ടിയ ആളുകളൊക്കെയും ആ തൗഫീഖ് നിലനിർത്തിക്കോളി. ഇത് അനുഭവങ്ങളാണ്. ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് അല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പലപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഈ മാനികമായിട്ടുള്ള ആ ഒരു ധ്വനി നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലൊക്കെ വന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്ക് കിട്ടുന്ന ഒരു ആത്മീയമായ ഊർജ്ജമുണ്ട്. അത് അനുഭവമാണ്. അനുഭവം മറ്റൊരാളോട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് തീയാണ് മുഅ്മിനീങ്ങളെ. വേണ്ടവർ അത് വേണ്ടുവോളം നുകർന്നോളും. ഹയാത്തിന് ശേഷവും ആ മഹാന്റെ ആത്മീയമായ എല്ലാ പിന്തുണയും നമുക്കുണ്ടാകും. വളരെ മനോഹരമായി അവരുടെ ഹളറത്തിൽ ആധ്യാത്മികമായിട്ട് തന്നെ അതോടുകൂടി അച്ചടക്കത്തോടുകൂടി തന്നെ ഇവിടെ ഇടപെടാനല്ലോ ശ്രമിക്കാം. ഉപാവല്ലേ പാവല്ലേ നിഷ്കളങ്കനല്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്നല്ലേ എന്നതൊക്കെ നമുക്ക് അങ്ങനെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അവർ അല്ലാഹുവിന്റെ ദർബാറിൽ അങ്ങേയറ്റം എത്തിയ ആളുകളാണ്.